സ്റ്റുഡൻസിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള 3 AI ടൂളുകളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഈ ടൂളുകൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. കാരണം ഇന്നത്തെ കാലത്ത് ഒരുപാട് സമയം ഇരുന്ന് പഠിക്കാനും വർക്കുകൾ ചെയ്യാനും ആഗ്രഹിക്കുന്നതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. മൂന്നാമതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നാപ്കിൻ AI എന്ന് പറയുന്ന ടൂളാണ്. നിങ്ങൾക്ക് ടെക്സ്റ്റുകളൊക്കെ വിഷ്വൽ കോണ്ടന്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ വിഷ്വൽ ഇല്ലുസ്ട്രേഷൻ ആയിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടൂളാണ് നാപ്കിൻ AI എന്ന് പറയുന്ന ടൂള്. നോക്കാം നമുക്ക് എന്താണ് നാപ്കിൻ AI എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിളിൽ ചെന്നിട്ട് ജസ്റ്റ് napkin.ai എന്ന് സെർച്ച് ചെയ്യണം. നിങ്ങൾക്കോട് സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ കാണുന്ന ഫസ്റ്റ് ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊരു പേജിലോട്ടായിരിക്കും ലാൻഡ് ചെയ്യുക. ഇവിടെ എന്താണ് നാപ്കിൻ AI എന്നുള്ളതും അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഇവിടെ അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നാപ്കിന് ഫ്രീ ആയിട്ടുള്ള പെയ്ഡ് ആയിട്ടുള്ള വേർഷൻസ് ഒക്കെ ഉണ്ട്. നമുക്കിപ്പോൾ തൽക്കാലം നിങ്ങൾ സ്റ്റുഡൻസിന് നമ്മൾ ഫ്രീ ആയിട്ടുള്ള വേർഷൻ തന്നെ ധാരാളമാണ്. ഇവിടെ ടോപ്പ് റൈറ്റ് കോർണറിൽ ഇവിടെ ഗെറ്റ് നാപ്കിൻ ഫ്രീ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസിലോട്ടാണ് വരിക. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ ഇവിടെ ഒരു കാര്യം സെറ്റ് ഒരു നോട്ട് ഇവിടെ ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സിമ്പിളിൽ ന്യൂ നാപ്കിൻ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഡ്രാഫ്റ്റ് വിത്ത് AI എന്നുള്ള പറയുന്ന ഒരു ഓപ്ഷനാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഇല്ല, പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ജസ്റ്റ് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നാപ്കിൻ AI തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്യും. ജസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് നോക്കാം. ഞാൻ ഇവിടെ കൊടുക്കുകയാണ് എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് കൊടുക്കുകയാണ്. with its features and limitations കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നാപ്കിൻ തന്നെ ഇത്തരത്തിലുള്ള ടെക്സ്റ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. മറ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ട് ഫ്രം ഫയലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഫയൽ ഓൾറെഡി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ സപ്പോർട്ടഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡോക്സ്, പിന്നെ PDF, PPT, MD, HTML ഈ തരത്തിലുള്ള ഈ ഫോർമാറ്റിലുള്ള ഫയലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബ്ലാങ്ക് നാപ്കിൻ ആണ്. അതായത് നിങ്ങൾ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പേജ് വരും, അതിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് മാനുവലി ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അത്തരത്തിലുള്ള 3 ഇതാണ് ബ്ലാങ്ക് നാപ്കിൻ എന്ന് പറയുന്നത്. ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഞാനിവിടെ ബാക്ക് അടിക്കുകയാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമ്മൾ വിഷ്വൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഏത് ടെക്സ്റ്റിലാണോ ഏത് പാരഗ്രാഫിൻ്റെ ആണോ നിങ്ങൾക്ക് വിഷ്വൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ജനറേറ്റ് വിഷ്വൽ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടെ നിങ്ങൾക്ക് ആ ഒരു പാരഗ്രാഫിൻ്റെ ആ പർട്ടിക്കുലർ പാരഗ്രാഫിൻ്റെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ തന്നെ പല രീതിയിലുള്ള പല സ്റ്റൈലുകൾ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതാണ് കുറച്ചുകൂടി കംഫർട്ട് വെച്ചാൽ ആ സ്റ്റൈൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഇനി ഈ ഒരു വിഷ്വൽ കോണ്ടന്റ് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഈ ഒരു ഓരോ ടെക്സ്റ്റുകളെ മാത്രമാണെങ്കിൽ എഡിറ്റ് ചെയ്യുക. ഇതിൻ്റെ ഫോണ്ട് സ്റ്റൈലുകൾ മാറ്റി കൊടുക്കാൻ വേണ്ടി പറ്റും. ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കുക. അത്തരത്തിൽ നമുക്ക് എവിടെയാണോ ഇതിനെ കാണിക്കേണ്ടത് ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങൾ മോഡിഫൈ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ ഒരു വിഷ്വൽ കണ്ടൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി അവൈലബിൾ ആണ്. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റൈല് വീണ്ടും ഇവിടെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ആസ്പെക്ട് റേഷ്യോ ഏത് ആസ്പെക്റ്റിലാണ് നിങ്ങൾക്ക് ഇത് കാണേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ, ഈ ഒരു വിഷ്വലിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഇവിടെ ഈ ഒരു കളർ ഞാൻ ഇവിടെ ചൂസ് ചെയ്യാണ്. ഓക്കെ, ഗുഡ്.
മാത്രമല്ല പിന്നീട് ഇവിടെ വരുന്നത് നമ്മുടെ ലേ ഔട്ടിൻ്റെ സ്റ്റൈലിൻ്റെയൊക്കെ ID എന്താണെന്നുള്ളത് അതാണ് ഈ ഐ ബട്ടണിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല നമുക്ക് ഈ ഒരു പിക്ചർ മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്ത് എടുക്കാമെന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്കിത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ ഇത്തരത്തിൽ വിഷ്വൽ കണ്ടൻ്റ് ആക്കി സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ എക്സാമിനൊക്കെ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇത് മാത്രം എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. കാരണം ഐ ക്യാച്ചിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് കൂടുതൽ സമയം ഇത് മനസ്സിൽ നിൽക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഇവിടെ ഈ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എന്താണ് PDF ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അങ്ങനെ നിങ്ങൾക്ക് ഓരോ പാരഗ്രാഫും ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വിഷ്വൽ കോണ്ടൻറ്റ്, വിഷ്വൽ ഇല്ലുസ്ട്രേഷൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആ ഒരു വിഷ്വലി സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ നേരത്തിൽ ഓരോ പാരഗ്രാഫിൻ്റെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിഷ്വൽസ് ജനറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. മാത്രമല്ല ഈ ഒരു ഫയൽ നിങ്ങൾ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫയൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ മറ്റുള്ള ആളുകൾക്കോ വേണ്ടിയിട്ട് എന്തെങ്കിലും ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഇതിലുണ്ട്. മാത്രമല്ല ആ വ്യക്തികൾ, നിങ്ങൾ അയച്ചു കൊടുക്കുന്ന ആ വ്യക്തികൾ എങ്ങനെയാണോ ഈ ഫയൽ യൂസ് ചെയ്യേണ്ടത്, അവർക്ക് കാണാൻ വേണ്ടി മാത്രമാണോ പറ്റുക, അതല്ല അവർക്ക് ഇതിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുമോ, എഡിറ്റ് ചെയ്യാൻ പറ്റുമോ, അതല്ലെങ്കിൽ വേറൊരാൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ വേണ്ടി പറ്റും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ലിങ്ക് കോപ്പി ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യാം, മറ്റു ആളുകൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം. ഇത്രയാണ് നാപ്കിൻ AI-നെക്കുറിച്ച് വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. രണ്ടാമത്തെ ടൂളായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മറ്റേതല്ല, ഗൂഗിളിൻ്റെ നോട്ട്ബുക്ക് LM എന്ന് പറയുന്ന ടൂളാണ്. നിങ്ങൾക്ക് PDF-കൾ, വലിയ രീതിയിലുള്ള PDF-കൾ, യൂട്യൂബ്, വെബ്സൈറ്റ്, ഗൂഗിൾ ഡോക്യുമെൻറ്റ്, ഗൂഗിൾ ഫയൽസ്, അതുപോലെ തന്നെ മറ്റ് ടെക്സ്റ്റുകളൊക്കെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബ്രീഫ് സമ്മറി ഒക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് നോട്ട്ബുക്ക് LM എന്ന് പറയുന്ന ടൂള്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് നോട്ട്ബുക്ക് LM-ൽ വരുന്നതെന്ന്. നോക്കാം നമുക്ക് എങ്ങനെയാണ് നോട്ട്ബുക്ക് LM വർക്ക് ചെയ്യുന്നതെന്നുള്ളത്, എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളത്. അതിനുവേണ്ടി നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് നോട്ട്ബുക്ക് LM എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക. ഇതുമ്പോൾ ഇതിൽ ഫസ്റ്റ് ഓപ്ഷനിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പേജിലായിരിക്കും നിങ്ങൾ ലാൻഡ് ചെയ്യുക. ഇതിൽ എന്താണ് നോട്ട്ബുക്ക് LM എന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അവർ കാണിച്ചിട്ടുണ്ട്. ഇനി ട്രൈ നോട്ട്ബുക്ക് LM എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പേജിലോട്ടാണ് നിങ്ങൾ ലാൻഡ് ചെയ്യുക. ഇതിപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി കുറച്ച് നോട്ട്സൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ന്യൂ നോട്ട്ബുക്ക് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും വരിക. ഇവിടെ ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെയാണ് നമ്മുടെ സോഴ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ സോഴ്സ് അപ്ലോഡ് ചെയ്യാൻ ഫസ്റ്റ് നിങ്ങൾ ടോപ്പ് റൈറ്റ് കോർണറിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ നമ്മൾ നാപ്കിൻ AI-ലൊക്കെ പറഞ്ഞതുപോലെ നിങ്ങളെടുത്ത് കാര്യമായിട്ട് സോഴ്സുകളൊന്നുമില്ല. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചാണോ അറിയേണ്ടത് ആ ഒരു സോഴ്സ് നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഒരു പ്രോംപ്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എന്നായിട്ട് പറയാണ്, ടീച്ച് മീ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് സബ്മിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ നോട്ട്ബുക്ക് LM-ൻ്റെ കയ്യിലുള്ള കുറച്ച് സോഴ്സസ് നമുക്ക് റെക്കമെൻഡേഷനായിട്ട് വരും. അതെന്ത് ചെയ്യാം, നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ഇമ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സോഴ്സ് ഇവിടെ ക്രിയേറ്റ് ആവുന്നതാണ്. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിലുള്ളത് നമ്മുടെ അടുത്ത് ഉള്ള ഫയൽസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ളൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ചൂസ് ഫയൽ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളടുത്തുള്ള ഫയൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതിൽ PDF, ടെക്സ്റ്റ്, മാർക്ക് ഡൗൺ, പിന്നെ അതുപോലെ തന്നെ ഓഡിയോസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അപ്ലോഡ് ചെയ്യാം. PNG, JPG ഇത്തരത്തിലുള്ള ഫോർമാറ്റുകളെല്ലാം ഇവിടെ സപ്പോർട്ട് ആവുന്നതാണ്. മാത്രമല്ല കുറച്ചുകൂടി അടിയിലോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഗൂഗിൾ ഡ്രൈവിൽ, ഗൂഗിൾ ഡോക്യുമെൻറ്റ്, ഗൂഗിൾ സ്ലൈഡ്, അതുപോലെ തന്നെ യൂട്യൂബ്, വെബ്സൈറ്റ് ഇതിൻ്റെയൊക്കെ ലിങ്കുകൾ, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ടെക്സ്റ്റുകൾ എവിടെയെങ്കിലും എടുത്തിട്ട് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും സോഴ്സ് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് എ ടൈം 50 സോഴ്സുകളാണ് ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ നിലവിൽ എത്ര ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് കൂടി നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും.
ഓക്കെ, ഇത് ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ നേരത്തെ കൊടുത്ത സോഴ്സുകളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സെൻട്രലുള്ള ഈ ഒരു ഇൻ്റർഫേസിൽ ജസ്റ്റ് ഒരു 1 പാരഗ്രാഫിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സോഴ്സുകളിൽ ഈ കംപ്ലീറ്റ് സോഴ്സിൽ എന്താണ് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ബ്രീഫായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ, ഒരൊറ്റ പാരഗ്രാഫിലുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സോഴ്സുകൾ വായിക്കാതെ തന്നെ ഇതെന്തിനെ കുറിച്ചാണെന്ന് നമുക്ക് വളരെ ക്രിസ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ആഡ് നോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ബ്ലാങ്ക് സ്പേസ് വരും. ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും പോയിന്റുകൾ മാത്രം എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇനി നമ്മൾ അങ്ങനെ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് വീണ്ടും അത് സോഴ്സായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിത് ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു നോട്ട്, നമ്മൾ ആ പോയിന്റ് ആഡ് ചെയ്ത പോയിന്റ് നമുക്ക് ഇവിടെ അടിയിലാണ് കാണാൻ പറ്റുക. പിന്നെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓഡിയോ ഓവർവ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. എന്ന് വെച്ചാൽ അതും പിന്നെ ഇവിടെ ഈ കാണുന്ന ഈ ഡീപ്പ് ഡൈവ് കോൺവെർസേഷൻ എന്ന് പറയുന്ന ഓപ്ഷനും രണ്ടും സെയിം ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് 2 വ്യക്തികൾ ഇരുന്ന് സംസാരിക്കുന്ന ഒരു പോഡ്കാസ്റ്റ് മോഡൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്ന ഒരു ഓപ്ഷനാണ് ഇത് എന്ന് പറയുന്നത്. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് മൈൻഡ് മാപ്പ് എന്നാണ്. മൈൻഡ് മാപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ ഒരു കംപ്ലീറ്റ് സോഴ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നുള്ളത്. ഇപ്പോൾ നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ കോണ്ടൻസ് കാണിക്കുമല്ലോ, ഇന്ന യൂണിറ്റ് അതിൽ ഇത്ര ചാപ്റ്റേഴ്സ് എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്ന എന്നുള്ള ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കോണ്ടൻസ് ഒക്കെ നമ്മൾ പറയുമല്ലേ, അത്തരത്തിലുള്ള ഒരു ഓപ്ഷനാണ് ഈ മൈൻഡ് മാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അത് ജനറേറ്റ് ആവുന്നുണ്ട്. നമുക്ക് അത് ജനറേറ്റ് ആയതിൻ്റെ ശേഷം നമുക്കത് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോൾ ഈ ഒരു സോഴ്സിൻ്റെ അടുത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് ഞാൻ കൊടുക്കുകയാണ്, ജസ്റ്റ് വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് AI എന്ന് ഞാൻ ജസ്റ്റ് ഈ ഒരു സോഴ്സിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇതുപോലെ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ചോദിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരെന്ത് ചെയ്യും, അതിനുള്ള ആൻസർ ഇവിടെ തരുന്നതാണ്. ഇവിടെ അതിൻ്റെ ആൻസർ വന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ആൻസർ തരിക എന്നതിലുപരി ഇവിടെ കണ്ടോ നിങ്ങൾ മാർക്ക് 1, പിന്നെ അതുപോലെ തന്നെ 9, 16, 17 എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫറൻസ് ആണ്. അതായത് ഇവർ തന്നിട്ടുള്ള ആൻസർ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ സോഴ്സിൽ എവിടെയാണ് ഇത് പറയുന്നത് എന്നുള്ളതാണ് ഈ റെഫറൻസിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തു വെച്ച മൈൻഡ് മാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ യെസ്, ഇതാണ് മൈൻഡ് മാപ്പ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ഒരു സോഴ്സുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ ഓരോന്നിനും സബ് ടോപ്പിക്കുമായിട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു എക്സാമിനൊക്കെ പോകുന്നതിൻ്റെ മുമ്പ് മൊത്തത്തിൽ ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് മൊത്തത്തിലൊരു ഓവറോൾ ഐഡിയ കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു മൈൻഡ് മാപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഇത് നമുക്ക് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഡൗൺലോഡായിട്ട് നമുക്കൊരു പിക്ചർ രൂപത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യും. ഞാൻ ക്ലോസ് ചെയ്യാണ്. ഇനി നമ്മൾ ഈ ഒരു റൈറ്റ് സൈഡിൽ വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഈ ആഡ് നോട്ട് എന്ന് പറയുന്നത് നമ്മൾ മുൻപ് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ആഡ് നോട്ട് ഇത് രണ്ടും സെയിം തന്നെയാണ്. ഇവിടെ സ്റ്റഡി ഗൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാണ്. നമ്മുടെ ഈ ഒരു നോട്ട് വെച്ചിട്ട് ഇപ്പോൾ എക്സേ ക്വസ്റ്റ്യൻസ്, പിന്നെ അതുപോലെ തന്നെ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഗ്ലോസറി, പിന്നെ കീ ടേംസ്, അതിനെക്കുറിച്ചൊക്കെ ഒരു ഇൻഫർമേഷൻ തരുന്ന ഒരു ഓപ്ഷനാണ് ഈ സ്റ്റഡി ഗൈഡ് എന്ന് പറയുന്നത്. പിന്നെ ബ്രീഫിംഗ് ഡോക്യുമെൻ്റ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൊത്തത്തിൽ ഈ ഒരു സോഴ്സിൽ എന്തൊക്കെയാണ്, അതിൻ്റെ മെയിനായിട്ടുള്ള തീം എന്തൊക്കെയാണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, പിന്നെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ക്രിസ്പായിട്ട് നമുക്ക് ഈ മൊത്തം സോഴ്സിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ഒരു സമ്മറി നമുക്ക് തരുന്നതാണ് ബ്രീഫിംഗ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ വെച്ച സ്റ്റഡി ഗൈഡ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. കണ്ടോ എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വളരെ
സമ്മറൈസ്ഡ് ആയിട്ട് ഒരുപാട് വലിച്ചു നീട്ടാതെ അതിൻ്റെ ക്യൂസ്, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ആൻസർ കീയും കൂടി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാണ് അവൈലബിൾ ആയിട്ടുണ്ട്. എസ് എ ഫോർമാറ്റ് ക്വസ്റ്റ്യൻസ്, പിന്നെ ഗ്ലോസറി ഉണ്ട്, കീ ടേംസിൻ്റെ ഗ്ലോസറി കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല നമ്മൾ ബ്രീഫിംഗ് ഡോക്യുമെൻറ്റ്, ഇതാണ് ഇതിൻ്റെ ബ്രീഫിംഗ് ഡോക്യുമെൻറ്റ്. ഇതിൻ്റെ ഈ മൊത്തം സോഴ്സിൻ്റെ സമ്മറി എന്താണ്, അതിലെന്തൊക്കെ കോമ്പണൻസ് ആണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് എന്ന് തുടങ്ങിയിട്ട് അതിൻ്റെ ലിമിറ്റേഷൻസ്, പിന്നെ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വരുന്ന അതിൻ്റെ കൺക്ലൂഷൻ അടക്കം വരുന്ന വളരെ ക്രിസ്പായിട്ടുള്ള ഒരു സമ്മറി കൂടി ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ വരുന്നത് FAQ ആണ്. അതായത് നോട്ട്ബുക്ക് എലമെൻ്റെ ഭാവനയിൽ ഈ ഒരു സോഴ്സിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ഫ്രീക്വൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നോട്ട്ബുക്ക് എല്ലാം ഇവിടെ പ്രിപ്പയർ ചെയ്ത് തരുന്നുണ്ട്. അതാണ് FAQ എന്ന് പറയുന്ന ഓപ്ഷൻ. മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ടൈം ലൈൻ ആണ്. ടൈം ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഹിസ്റ്ററി ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള സോഴ്സാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ഇയേഴ്സും ഒരുപാട് ഇവൻറ്റ്സും കാര്യങ്ങളും ഉണ്ടാവും. ഹിസ്റ്ററിയിൽ മാത്രമല്ല, പക്ഷേ എസ്പെഷ്യലി ഹിസ്റ്ററിയാണ് അത്തരത്തിലുള്ള ഒരുപാട് ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആദ്യം ഏതാണ് നടന്നത്, അത് കഴിഞ്ഞ് ഏതാണ് നടന്നത്, ഒരു ക്രോണോളജി കൃത്യമായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ടൈം ലൈൻ എന്നുള്ള പറയുന്ന ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. ഇനി ഇതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നോട്ട്ബുക്കും നമുക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. അതും ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ ഓപ്ഷൻസ് റെസ്ട്രിക്റ്റഡ് മാറ്റിയിട്ട് എനിവൺ വിത്ത് എ ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ആക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നോട്ട്ബുക്ക് എല്ലമിനെ കുറിച്ച് പറയാനുള്ളത്. ഫസ്റ്റ് ടൂള് അത് മറ്റൊന്നുമല്ല, ഇറ്റ്സ് ChatGPT. നമുക്കറിയാം ChatGPT പോലെ ഒരുപാട് ടൂൾസ് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഗ്രോക്ക്, ഡീപ്സീക്ക്, ക്ലൗഡ്, പെർപ്ലെക്സിറ്റി. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനെല്ലാത്തിനേക്കാളും കുറച്ചും കൂടി ഹൈപ്പായിട്ട് നിൽക്കുന്നത് ChatGPT തന്നെയാണ്. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയാണ് ChatGPT നമ്മുടെ സ്റ്റഡീസിൽ മറ്റു കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. എന്താണ് ChatGPT? ദ മോസ്റ്റ് പവർഫുൾ ടൂളാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതിൽ മോസ്റ്റ് പവർഫുൾ ടൂളാണ് ChatGPT. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ChatGPT എന്ന് സെർച്ച് ചെയ്യാണ് വേണ്ടത്. ഇതിൽ ഫസ്റ്റ് വരുന്ന ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ടാണ് കയറുക. ഇവിടെ എന്താണ് ChatGPT, അതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്, അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതൊന്നും നമ്മൾ കാര്യമായിട്ട് ബോധർ ചെയ്യേണ്ട. നമ്മളിവിടെ ട്രൈ ChatGPT എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ടാണ് കയറുക. ഇവിടെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിളോട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്ത് വെച്ചത് നമ്മൾ പുതിയ ചാറ്റിലോട്ട് കയറണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ സെർച്ച് ചാറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ മുമ്പ് ചെയ്ത് വെച്ചാൽ ഏതെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ അതിലോട്ട് ഡീപ്പായിട്ട് പോകുന്നില്ല, കാരണം നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി പോകും. ഇവിടെ ഇതാണ് നമ്മുടെ ഇൻ്റർഫേസ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്. ഇവിടെ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോസും ഫയൽസൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു ഫോട്ടോ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് വായിച്ചിട്ട് അല്ലെങ്കിൽ പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല എങ്കിൽ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മളോട് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് പറയാണ് ഇതൊന്ന് സമ്മറൈസ് ചെയ്ത് തരണം, ഇതൊന്ന് സിമ്പിളായിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ChatGPTക്ക് അത് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ടൂൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ വെബ് സെർച്ച് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ കോഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു കാര്യത്തെക്കുറിച്ച് ഡീപ്പായിട്ടുള്ള റിസർച്ച് നടത്തണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ തിങ്ക് ഫോർ ലോങ്ങർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ആൻസർ കിട്ടണമെങ്കിൽ, ലോജിക്കായിട്ടുള്ള ആൻസറൊക്കെ കിട്ടണമെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ തിങ്ക് ഫോർ ലോങ്ങർ എന്ന് പറയുന്നത്. മാത്രമല്ല ഇവിടെ നമുക്ക് ഓഡിയോ പ്രോംപ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്കിവിടെ ഓഡിയോ കൊടുക്കാനുള്ള ഓപ്ഷനും കൂടി ഇവിടെ അവൈലബിൾ ആണ്. ജസ്റ്റ് ഞാനൊരു എക്സാമ്പിളായിട്ട് കാണിച്ചിട്ട് ഇവിടെ ഒരു പ്ലസ് ഐക്കണിൽ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ഞാനിവിടെ എനിക്ക് രണ്ട് ഓപ്ഷൻ വരും. ഒന്ന് ഫോട്ടോസും ഫയൽസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ആപ്പിൽ നിന്ന്, അതായത് നമ്മൾ ഗൂഗിൾ ഡ്രൈവ് എന്നോ മൈക്രോസോഫ്റ്റ് വൺ ഡ്രൈവ് എന്നൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിലോട്ട് ഫയൽ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും കൂടി ഇവിടെ അവൈലബിൾ ആണ്. ജസ്റ്റ് ഞാൻ ആഡ് ഫോട്ടോ ആൻഡ് ഫയൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാണ്. ഞാൻ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒന്ന് കൊടുക്കുകയാണ് എക്സ്പ്ലെയിൻ this in a simple manner എന്നുള്ളത്
ജസ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ ഈ ഒരു സിമ്പൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്താണ് ആ പിക്ചറിൽ പറയുന്നത് എന്നുള്ളത് എന്ത് ചെയ്യും, ChatGPT വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ChatGPT സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പൊട്ടൻഷ്യലുള്ള ഒരു LM ആണ്. കാരണം ഒരു 1-2 മണിക്കൂർ ChatGPT മാത്രം തന്നെ പറയാനുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് വളരെ ബേസിക്കായിട്ട് സ്കൂൾ സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ വളരെ ബേസിക്കുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതും നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ChatGPTയെ കുറിച്ചും പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ 3 ടൂളുകളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഞാൻ വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിപ്പോവും. ഇനി നിങ്ങൾക്ക് ഈ പറയപ്പെട്ട ടൂളുകളിൽ ഏതിൻ്റെയെങ്കിലും കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോമെൻറ്റ് ചെയ്യുക, നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. താങ്ക് യു.